ഡോറൊക്കെ കണ്ടോ ഗൈസ്? ഒരുമാതിരി നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു വീട്. ഇത്രയും ഒരു ഏരിയയിൽ എങ്ങനെ ഈ ഒരു വീട് വന്നു? ഹേ ഗൈസ്, ഹലോ. നമ്മൾ നടന്ന് എവിടെ എത്തിയിട്ടുണ്ട് മനസ്സിലാവുന്നില്ല. ഒരു വീടൊക്കെ കാണുന്നു, വീട് മാത്രമേ ഉള്ളൂ. നമ്മൾ വന്ന വഴി ബാക്കി കാണുന്നുണ്ടോ? വ്ലോഗ് എടുക്കാൻ പറ്റിയൊരു ആംബിയൻസാണ്. തിരിച്ച് ശവമായിട്ട് പോയി. ആദ്യത്തെ അവസാനത്തെ വ്ലോഗാണല്ലോ. നമ്മളെന്തായാലും നടന്ന് ഇങ്ങനെ പോവുകയാണ്. എന്തുവാണെന്നൊന്നും അറിയില്ല. ഇനിയും തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും വാക്കത്തെയും കൊണ്ട് നിന്ന് വെട്ടിയിട്ട് കാടിനകത്തൊരു വീട്. എന്നാലും ഈ വീട് എന്തിനാണ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ഒരു വെള്ളത്തിൻ്റെ മയമല്ലേ കാണുന്നേ? മഴ മാത്രമേ ഉള്ളൂ. നമ്മൾ വെള്ളച്ചാട്ടം നോക്കി ഇറങ്ങിയതാണ്. പക്ഷെ ഇത് കണ്ടു. നമ്മുടെ സമയം വളരെ കുറവാണ്. തിരിച്ചിറങ്ങിയിട്ട് അവിടെ നോക്കാം. എടാ അവിടെ വെള്ളം കാണുന്നുണ്ടാ? സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. സൗണ്ട് കേട്ടത് അപ്പുറത്താ. ഇവിടെ ഈ സൈഡിൽ നിന്നും വരുമ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നു. മാപ്പ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു അവിടെ ആയിരുന്നു. നല്ല പ്രായമായൊരപ്പാപ്പ. ആ കാണാടാ വീഡിയോ കട കണ്ടോ കേസ്? ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ എടുത്ത്. ഡാനിയല്ലേ, ഇനി തിരിച്ചിറങ്ങണമല്ലോ. ഹെൽമെറ്റും തൂക്കി ഇങ്ങനെ നടത്ത. നിന്റെ ആ ബാക്കിലത്തെ ഇത് കാണിച്ച്. പിന്നെ കറക്റ്റ് അല്ലേ നമ്മൾ വന്ന സ്ഥലത്തിനോട്? നേറ്റീവ് പ്ലാന്റ്, യുണീക്ക് ഷേപ്സ്, സ്റ്റെപ്പ് ഇൻ ടു നേച്ചേഴ്സ് മാസ്റ്റർ പീസ്. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. വെറുത്ത് കുളിച്ച് നിൽക്കും. എൻ്റെ അമ്മ ഗൈസ്, നമ്മളൊരു വെള്ളച്ചാട്ടം നോക്കി ഇറങ്ങിയതാണ്. നമ്മൾ പോയി പുലി ഇറങ്ങും. ഇവിടെ കണ്ട പുലി ഇറങ്ങി. വകയാറ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ വകയാറാണോ ഇത്? കുറച്ചായല്ലേ നമ്മൾ കോന്നി വകയാറിൻ്റെ ഒരു കല്ലേലി. ഇവിടെ വെള്ളച്ചാട്ടം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് എടുത്ത് ചാടിയാലേ ആ വെള്ളച്ചാട്ടത്തിൽ എത്തുള്ളൂ. ഇവിടെ പക്ഷെ എനിക്ക് ഇപ്പോഴും എല്ലാം ചൂടാ. ഇത് പെട്ടെന്ന് പോകുന്നില്ല, പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മളെന്തോ വിചാരിച്ചേ, കയറുമ്പോൾ നല്ല പാടായിരിക്കും, ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഉരുണ്ടുണ്ടെങ്കിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഞാൻ തെള്ളി വിട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങാം. എന്താടേ ഇത്? പക്ഷേ നമ്മൾ വന്ന ഒരു ഏരിയ സത്യം പറഞ്ഞാൽ ഒരു സിനിമ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടോ. ആ വീട് ഒറ്റയ്ക്കൊരു എങ്ങും ഇല്ലാത്ത ഒരു വീടും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ താഴെ ഇവിടെ എവിടെയോ വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച വെള്ളച്ചാട്ടമല്ല. പക്ഷേ ഇവിടെ വ്ലോഗായിട്ടൊക്കെ ഇട്ടാലോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവർക്ക് കേൾക്കാവോ വീഡിയോ കേട്ട്? നല്ല കാർമേഘമൊക്കെ കയറുന്നു. ഇനി മഴ പെയ്ത മൂഞ്ചിയെന്നർത്ഥം. നേറ്റീവ് പ്ലാന്റ്. ഓക്കെ, ഈ വീഡിയോ ഒക്കെ റീച്ച് കയറും കേട്ടാ. ഇതെടുത്തിട്ട് കഴിഞ്ഞാ നിങ്ങളെ ഞാനൊരു വഴി കാണിക്കാം. ഞങ്ങൾ ഇതാ വലിഞ്ഞ് കയറിയത് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. നീ മിണ്ടല്ലേ, നീ അല്ലേ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ആ ഒരു ഏരിയ അങ്ങ് താഴെ വരെ പോണം. എങ്ങനെ മണ്ട നോടാ, ഒരു വീടല്ലേ അത് മുകളില്? നമുക്കറിയാത്തോണ്ട് ഇവിടെ. എന്നാലും വലിഞ്ഞ് കേറിയ സ്ഥലം നോക്കി. എന്തോടെ ഇത്? എപ്പോഴാ എക്കോ ഉണ്ട് കേട്ടാ. അല്ലച്ചാ, മൈ ഗാഡ്,
ഇതുവഴിയൊക്കെയാണ് നമ്മൾ വലിഞ്ഞു കയറി. ഇത് ഏതെങ്കിലും മണ്ടന്മാർ ഇതുവഴി വലിഞ്ഞു കയറൂ? നമ്മളെ നിന്റെ വാക്കും കേട്ടാ ഞാൻ കയറിയത്. പകുതി വരെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞാൽ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങ് ആ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ തിരിച്ചു പോകാൻ. അപ്പോൾ അവൻ പറഞ്ഞില്ല. ഏത് ജംഗ്ഷൻ? അവിടെ ചെറിയ കുത്തറ ഇറക്കം കണ്ടോ അവിടെ? ഇതൊക്കെ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി. ഡാർക്ക് ഫാന്റാസിയാ ഇവിടൊക്കെ ആരോ കേറുന്നുണ്ടേ. ഇത് ഡാർക്ക് ഫാന്റാസി ഒക്കെ കഴിക്കുന്ന ആൾക്കാരെ ആദ്യമായിട്ട് കാണും. പക്ഷെ ആ വീടൊരു കാഴ്ചയായിരുന്നു കേട്ടാ. ഇതൊക്കെ എങ്ങനെ വലിഞ്ഞിറങ്ങാടെ? കാല് പിടിക്കുന്ന പിന്നെ കാല് പിടിക്കത്തില്ലയോ? മേലനങ്ങാതിരുന്ന് മേലനങ്ങുമ്പോൾ ഉള്ള ഒരു വിഷയമാണ്. ഒമ്പമ്പോ എടേ, ഇതാ ഞങ്ങൾ വലിഞ്ഞു കയറി. ആലോചിക്കണം, വെള്ളച്ചാട്ടം ഉണ്ട്. ഞങ്ങൾ ഇപ്പുറത്തും ഒരു വെള്ളച്ചാട്ടം കേൾക്കുന്നുണ്ട്, അപ്പുറത്തും ഒരു വെള്ളച്ചാട്ടം കേൾക്കുന്നുണ്ട്. ആ ഇത് നമ്മൾ കയറി വന്നപ്പോൾ ഈ വെള്ളച്ചാട്ടമായിരുന്നു കേട്ടെ. നമ്മൾ ചുരുളിയിലാണോടെ? ശരിയാണല്ലോ, വണ്ടി ആരെങ്കിലും ഓടിച്ചു പൂട്ടിയിട്ടുണ്ട്. എടാ എൻ്റെ താക്കോല എവിടെ? ആ ഉണ്ട്, പൊക്കിലുണ്ട് കിടക്കുന്ന ഗൈസ്. ഇതൊക്കെ എങ്ങനെ വലിഞ്ഞിറങ്ങാനാടെ? My God, this is such an adventure, bro. വീടിലൊന്നും പോവല്ലേ, നിരങ്ങി അടിച്ചു പോവും. ഇതിനൊരു അവസാനം ഇല്ല ഇവിടെ. നമ്മൾ ഇത്രയും കയറ്റം കയറിയായിരുന്ന. Oh my God. ഒറ്റ മനുഷ്യര് മണ്ടന്മാരല്ലേ ഇതുവഴി കയറുള്ളൂ. നീ പിന്നെ കേറിയില്ലല്ലോ. ഇവിടെ തെന്നും കേട്ടാ, പായല് പോലെ കിടക്കുന്നു. എടേ ഇത് തീരുന്നില്ലടാ വെള്ളച്ചാട്ടം. ഇവിടെ കേൾക്കാം, അതുകൊണ്ട് അപ്പുറത്തും കേൾക്കാം. എക്കോ ആണോ? നമ്മൾ പോയ വഴിയിൽ മാത്രം ഒന്നുമില്ല. അപ്പുറത്തും വെള്ളച്ചാട്ടം, ഇപ്പുറത്തും വെള്ളച്ചാട്ടം. എടാ നീ എന്താണ് നീ വെള്ളത്തിൽ ചാടി ഇതിൻ്റെ ഇടയിൽ ഇത്രയും വേർതിരിക്കുന്നു? കുറേ നാളെ ഇല്ല ഇവിടെ. ഞാൻ മേലനങ്ങണം. ഇങ്ങനെ നമ്മൾ വെള്ളം കണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടത് അവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ്. അങ്ങോട്ട് പോയി നോക്കിയ. പക്ഷെ അങ്ങോട്ട് എവിടെ? അതുകൊണ്ടാ അത് വഴിയല്ലേ? വേണ്ടാ ഇത് വഴിയാടാ. വേണ്ടാ ഈ സൈഡിൽ കൂടെ വഴിയാ അല്ലേ? എടാ ഇത് തന്നെ നമ്മുടെ വണ്ടിയാണ് ഗൈസ്. നമ്മൾ എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് ഈ കയറ്റം വലിഞ്ഞ് കയറിയ മുകളിലോട്ട്. ആ പക്ഷെ ഇങ്ങനൊരു വഴി നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും? പക്ഷെ എങ്ങനെ വലിഞ്ഞ് കയറും? Oh my God. എടാ ഇതാടാ. പക്ഷെ ഇവിടെ വണ്ടി വെച്ചിരുന്ന ആരാ? എടേ ഇത് ഓണാണോ? ലൈവായിട്ട് വീഴുന്ന കാണിക്കാം. താഴെ തല്ലി വീഴും, ചോര വരും മോനെ. തെറിപ്പിക്കലാണോ? ഇതുവഴിയാ കയറണം. ഇതുവഴിയോ? കുനിയണോ? നിന്റെ സൗകര്യത്തിന് മരം വെട്ടി തരാടാ. ഇനി ആദ്യമേ ഹെൽമെറ്റ് കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ പോക്കില്. ഹെൽമെറ്റും കൊണ്ടൊക്കെ ഇറങ്ങി. എന്റെ ഹെൽമെറ്റ് കൂടെ ഇങ്ങോട്ട്. അയ്യോ എടാ ചില്ലറ കഴിയൊന്നും അല്ലാണ്ട് ഇങ്ങനെയൊന്നും അല്ലാതെ എനിക്ക് തോന്നുന്നത്. ഇനി ക്യാമറ തിരിക്കാൻ പറ്റുമോ? നല്ലതല്ലേ. ഹലോ ഗൈസ്, ഞങ്ങൾ എവിടെയോ എത്തിയിരിക്കുന്നു. ഇത് ഇവിടെ ഇങ്ങനെ അല്ലടാ. ഇവിടെ ഈ അരുവിക്ക് വേണ്ടി ആരിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചു വരുവാടാ. പക്ഷേ എടാ ഇത് ഇവിടെ ഒന്നും അല്ലടാ.
അല്ലല്ല, എന്റെ സാധനം ഇങ്ങനെയല്ല. എടാ നമ്മളിനി സമയം കളയണോ? ഇതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷകളുമായി. അതൊക്കെ ഒഴുകി വരണം. ആമസോൺ വരാന്തരങ്ങളിൽ കൂടെ നമ്മളിതാ നടന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. ഓ, വെള്ളം കാണുന്നു. അതാണെന്ന് തോന്നുന്നു നമ്മൾ ഉദ്ദേശിച്ച് ശരിക്കുള്ള വെള്ളച്ചാട്ടം. ഓ മൈ ഗോഡ്, ശരിക്കുണ്ടാ? ഇനി ഞാനിങ്ങനെ ഇതോടി വരും. ഉണ്ടോടെ? ഓ മൈ ഗോഡ്, നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കാണുന്നു ഇതാ വെള്ളച്ചാട്ടം. ഓ മൈ ഗോഡ്. മര്യാദയുള്ള കൊച്ചുകുട്ടി പോകുന്നു. നേറ്റീവ് പ്ലാന്റ് ഒക്കെ ഇട്ടുണ്ട്. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്കൊടുവിൽ നമ്മൾ അവസാനം ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്തിരിക്കുകയാണ്. കുറേ കറങ്ങി ഏതോ വഴിയൊക്കെ കയറിപ്പോയി. ഇത് ശരിക്കും വ്ളോഗെന്നൊന്നും വിചാരിച്ച് എടുത്തതല്ല, വെറുതെ സാധനം എടുത്തപ്പോൾ ആ ഒരു വീടൊക്കെ കണ്ടപ്പോൾ എന്താ പിന്നെ ചുമ്മാ കീച്ചിയേക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പോൾ ബൈ ഗൈസ്. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ വ്ളോഗ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചുമ്മാ സെറ്റ് ചെയ്യാം. ഓക്കെ ബൈ.